നീ പറഞ്ഞ സത്യമാണോ? അവൾ ഇവിടെ വന്നിട്ടുണ്ടോ? എടാ ഇന്നലെ രാവിലെ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോ ആ ബ്ലാങ്ക് ആ ടിപ്പു സുൽത്താന്റെ കൊട്ടാരക്കുള്ള സ്ഥലത്തിന്റെ പേരെന്താണ്? ബാംഗ്ലൂർ. അവിടെ നിന്ന് വരുന്ന ബസ് വന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുന്ന ഞാൻ കണ്ടോണ്ടിരിക്കുന്നു. വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നലെ പുറകെ പോകാൻ പറ്റില്ലല്ലേ? ഇല്ലടാ, ഞാൻ അറിഞ്ഞില്ല ഇവള് വരുന്ന കാര്യം. എത്ര നാളായുള്ള ഇഷ്ടം, പക്ഷെ ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. തുറന്ന് പറയാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കണം. ഉണ്ട്, ഞാനൊരു ലെറ്റർ എഴുതും, എന്നിട്ട് അവളുടെ ബുക്കിൽ വെച്ച് കൊടുക്കും. അത് ആരും അറിയാതെ. അപ്പൊ അവളെടുത്ത് വായിക്കും. ആ ഐഡിയ പൊളി. അതെന്ത്? അതങ്ങ് വേസ്റ്റ് ആണ്, കളഞ്ഞേക്ക്. അതെന്ത്? പണ്ട് ഞാൻ ഒരു പെണ്ണ് ഇതേപോലെ സ്നേഹിച്ചിരുന്നു. അവൾക്ക് ലെറ്റർ എഴുതി വെച്ചു. അവള് റേഷൻ കട പോയിട്ട് വരുന്ന വഴിക്ക് റേഷൻ കാർഡിനകത്ത് വെച്ചു കൊടുത്തു. എന്നിട്ട് എന്താവാൻ, ആ റേഷൻ കടക്കാരനെ കെട്ടി അവള് സുഖമായിട്ട് ജീവിക്കുന്നു. എടാ, ഒരു പെണ്ണിന് ഇഷ്ടമാണെന്ന് തോന്നാനും അല്ലെങ്കിൽ ഒരു വണ്ടി ഇടിക്കാൻ അധികം സമയമൊന്നും വേണ്ട. അവളുടെ ചേട്ടന്റെ ഇടി കിട്ടാനോ അധികം സമയമൊന്നും വേണ്ട. നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് എടുക്കണം. അപ്പൊ കൊറോണ വന്നാലോ? ഞാൻ പോകുന്നു. അല്ല, ഞാൻ പറഞ്ഞോട്ടെന്ന്. എടാ, സംഭവം നിനക്ക് പറയണോ? എടാ, പക്ഷെ അവള് തിരിച്ചു പറയണ മറുപടി അറിയാൻ വയ്യ. ഒരു കാര്യം ചെയ്യാം, ഒരു ഉറുമ്പിനെ കൊണ്ട് ഘടിപ്പിക്കാം. അതെന്ത്? അറിയാത്തവളെ ചൊറിയുമ്പോ അറിയുമല്ലോ. അവിടുന്ന് എന്തെങ്കിലും ഒരു കാര്യം നീ നൈസ് അങ്ങ് പറഞ്ഞാ മതി. മീനു എപ്പോ എത്തി? ഇന്നലെ എത്തി. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ഒരു മിനിറ്റ്. പഠിത്തം എന്ന് പറഞ്ഞ് വിവരമില്ലെന്ന് അറിയിക്കല്ലേ. പിന്നെ സ്റ്റഡീസ്. ഓക്കെ, സ്റ്റഡീസ് ഒക്കെ എങ്ങനെ പോകുന്നു? Yeah, it's going good. You know about the situation of the right now because of the corona. There is no lectures. I won't be coming back. I don't be able to go there. What about you? സമാധാനമല്ലേ ബാബാ? Hello? Come. ബബിൾ കപ്പ്. Hey, Meenu. നീ ഇവിടെ നിൽക്കേടാ. അവളുടെ ചേട്ടത്തി അവളോട് ഭയങ്കരമായ സ്നേഹമുണ്ട്. നീ ആദ്യം ചെയ്യേണ്ടത് ആ ചേട്ടത്തെ കയ്യിലെടുക്കണം. ആ ചേട്ടത്തെ കയ്യിലെടുക്കാനുള്ള ഒരു ഐഡിയ നീ പറഞ്ഞു തരണം. ഒരുപാട് ഐഡിയ പറഞ്ഞു. ഒരു 2 ഇംഗ്ലീഷും കൂടെ. എനിക്ക് ആകെ അറിയാവുന്ന ഇംഗ്ലീഷ് HSME എന്നാണ്. അത് എവിടുന്ന് പഠിച്ചു? ആ ഫ്രണ്ടിലത്തെ ഫ്ലാറ്റിലുള്ള പ്രൊഫസർ പറഞ്ഞു. ട്യൂഷന് പോകണം കേട്ടോ.